ഹായ് ഗായ്സ്, നിങ്ങൾ ബീച്ച് കണ്ടോ? ഇതാണ് തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്. എല്ലാവർക്കും അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? കുറേ ആൾക്കാർ. കോഴിക്കോടുള്ളതാണ് തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്. ഫേമസ് ബീച്ചാണ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ വേറൊരു സൈഡിലാണ് വന്നത്. നമുക്കിപ്പോൾ മുന്നോട്ട് പോയാൽ കാണാൻ പറ്റും എത്രത്തോളം ആൾക്കാരുണ്ട് എന്നുള്ളത്. അതാണ് ഈ വീഡിയോൻ്റെ വിശേഷവും. ഫസ്റ്റ് പാർട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, എങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് എന്നുള്ളത്. ലിയോണേനെ കൊണ്ട് വരുന്നൊരു ടാസ്ക്കായിരുന്നു. നടന്നാണ് വന്നത്, അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഫസ്റ്റ് പാർട്ട്. അപ്പം ഞങ്ങളിങ്ങനെ ബീച്ചിലൂടെ നടക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതെന്ന് പറയുന്നത് ആൾക്കാരില്ലാത്തൊരു സൈഡിലേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിലൊന്നും ആരും ഇല്ലാത്തത്. പക്ഷേ കുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ പാവം മോൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഫുൾ വീഡിയോസ് കാണണം. ഞങ്ങളിപ്പം കടലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ലിയോണ കടലിൽ ഇറങ്ങുന്നത്. ബീച്ച് തന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കും അവൾ കാണുന്നത്. നിങ്ങളെ വീട്ടിലും ഡോഗ്സൊക്കെ ഉണ്ടെങ്കിൽ ബീച്ചിലും ഇങ്ങനെയുള്ള അവരെ ഒരു വാക്കിംഗ് ഒക്കെ കൊണ്ടുപോവുക. അവർക്ക് ഡിപ്രഷനൊന്നും വരാതെ ഹാപ്പി ആയിട്ട് ഇരുത്താൻ നോക്കുക. അപ്പോൾ ഞങ്ങൾ കടലിൽ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര ക്യൂരിയോസിറ്റിയോടെയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. കുളിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. എന്നിട്ട് കടൽ കണ്ടപ്പോൾ ഓടി പോയാണ്ടില്ലേ. ഇപ്പോൾ പക്ഷേങ്കിൽ നല്ല പേടിയുണ്ട്. തിരിഞ്ഞ് നടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. കുറച്ച് നേരം ഒന്ന് തിരയടിക്കുന്ന സമയത്ത് തന്നെ അവൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഈ തിര ഉൾവലിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ചെയ്യൂലേ, ഒരു പേടിയാവൂലേ, ഇങ്ങനെ മണ്ണ് കാലിൻ്റെ അടിയിൽ നിന്ന് ഒലിച്ച് പോകുമ്പോൾ ആ ഒരു ഫീലിങ്സ് വന്നിട്ടാണ് മുന്നോട്ട് നടന്നു വരുന്നത്. കുറച്ച് നേരം അവളെ ബീച്ചിലിരുത്തി ഈ വെള്ളത്തിലിരുത്തി കളിച്ചു. കുറേ നേരം ഒന്നും വെള്ളത്തിൽ നിർത്തിയില്ല കേട്ടോ. ഉപ്പ് വെള്ളമല്ലേ, സ്കിന്നിന് പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. എന്നാലും അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ. വീട്ടിലെത്തിയിട്ട് നമുക്ക് കുളിപ്പിച്ചാൽ പോരെ, എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ. അങ്ങനെ അൻവി അവളെയും കൊണ്ട് ഓടി നടക്കുകയാണ്. അവൾ എത്രത്തോളം ഹാപ്പി ആയിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും. ഫുള്ള് ഹാപ്പി ആയിട്ട് ഓടി ചാടി കളിക്കുകയാണ്. അൻവിൻ്റെ ഫ്രണ്ടും ഉണ്ട്, പിന്നെ അമ്മയും മാമിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ്. ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കൂടെ വരുന്നതൊക്കെ. അപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. അവളെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ആൾക്കാർ അവളെ കൂടെ ഫോട്ടോസ് എടുക്കുന്നത്. ഇതാണ് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. കുറേ ആൾക്കാർ എന്ന് വെച്ചാൽ ഇത്രയും ഫാൻസ് ലിയോണയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അവൾ എണീറ്റ സമയത്ത് അവർ പേടിച്ചു പോയി. പിന്നെ അവളെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനും അവളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവളെ മാത്രം ഫോട്ടോ എടുക്കാനും ഇതൊക്കെ തന്നെയായിരുന്നു. കുറച്ച് നടന്ന് എൻ്റെ മോള് തളർന്ന് പിന്നെ അവൾ കിടന്ന കാഴ്ചകൾ കാണാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഒരാൾ മദാമയെ പോലെ, നമ്മൾ മദാമ്മമാരൊക്കെ അല്ലേ ബീച്ചിലിങ്ങനെ മലന്ന് കിടന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നത്, അതേപോലെ ഒരുത്തി കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. ഇത് ഡ്രൈവിംഗ് ബീച്ച് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടികൾ പോകുന്നുണ്ട്. ബൈക്കും കാറും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. ഓണായതുകൊണ്ട് അതിൻ്റെ തിരക്കുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോസിൽ കാണാം നമ്മളെ ലിയോണിൻ്റെ ഫാൻസും അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളും എൻ്റെ മോള് നിന്ന് കൊടുക്കുന്ന എങ്ങനെ ഇരുന്ന് കൊടുക്കുകയും പോസ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റും. ഈ സൈഡിൽ അത്യാവശ്യം ആളില്ല, പക്ഷെ ഞങ്ങൾ നടന്ന് മുന്നോട്ട് പോയി. കുറേ അപ്പുറത്ത് നല്ല ആളുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അവിടത്തേക്ക് ഞങ്ങൾ നടന്നു പോയില്ല കേട്ടോ. ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ തളർന്നിട്ടുണ്ട്. മീൻസ് തളർന്നത് മാത്രമല്ല, നടന്നാണ് വന്നത്. അതുമാത്രമല്ല, ഈ പോകുന്നവരും വരുന്നവരൊക്കെ ഫോട്ടോ എടുത്ത് കുറേ ചെക്കന്മാർ നമ്മൾ ഓണായതുകൊണ്ട് അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി എന്ന രീതിയിൽ കുറേ ആൾക്കാർ വന്നു. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവരൊക്കെ ഭയങ്കര കൗതുകത്തോടെ വന്ന് അവളെ തൊട്ട് നോക്കേ. അവളൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞപ്പം കൂടെ ഞങ്ങളുള്ളത് കൊണ്ട് അവളൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും വന്ന് ഭയങ്കര ഹസ്കി ഡോഗ്, സുരേഷ് ഗോപീൻ്റെ ഡോഗാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ തൊട്ട് നോക്കുന്നത്. പിന്നെ ഈ ഒരു ആളെ നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. എത്രയോ ഫോളോവേഴ്സൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അയാൾ ചോദിച്ചു ഒന്ന് ഇവളെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോ എടുത്ത് തരുമോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചു.
പിന്നെ അയാൾക്ക് വീഡിയോ എടുത്ത് കൊടുക്കുന്നതിനെ കൊണ്ട് ആ വീഡിയോ എനിക്കെടുക്കാൻ പറ്റിയില്ല. അയാളെ ഫോണിൽ അയാൾക്ക് വീഡിയോസ് എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് അയാൾ വീഡിയോ എടുക്കുന്നത് എനിക്കെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ട് പിന്നെ ഈ സമയത്തൊക്കെ ഞാനാണ് അവളെ പിടിച്ച് നടന്നത്. കുറേ ഞാനും അമ്മയും ഒക്കെ മാറി മാറി പിടിച്ച് അവൾ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. പിന്നെ അങ്ങനെ നടന്ന് മുന്നോട്ട് കുറേ ജീപ്പ് കാറും കാര്യങ്ങളൊക്കെ അങ്ങ് കാണാൻ പറ്റും. അവിടെയാണ് ഇനി സംഭവം നടക്കുന്നത്. കുറേ പിള്ളേർ ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ മുന്നിലാണ് നമ്മളെ ലിയോണ പെട്ടത്. പിന്നെ എൻ്റെ മോൾക്ക് ആരും സ്വൈര്യം കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവളാണെങ്കിൽ കണ്ടില്ലേ അവരെ കൂടെ പോയി. എന്തായാലും അവരെ കൂടെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കാൻ ഓൾറെഡി ഈ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവരൊക്കെ എങ്ങനെ ഇരുന്ന് കൊടുക്കാനും നിന്ന് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ല എൻ്റെ മോളും ഇരുന്ന് കൊടുക്കുന്ന ആരാന്നും കൂടെ അറിയില്ല. എന്നിട്ട് അവരെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്ന് കൊടുത്ത്. എൻ്റെ അടുത്തൊന്ന് ഇരുന്ന് തന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ വലിയ ജാട കാണിക്കുന്ന പെണ്ണാണ്. ഈ ചെക്കന്മാരെ കണ്ടപ്പോൾ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ ഇരുന്ന് കൊടുക്കുക. പോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കുറേ അവളോട് സിറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്ത്. പിന്നെ കുറേ കഴിഞ്ഞപ്പം പോസ്റ്റിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഫോട്ടോസ് എടുത്തത്. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ കാണുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ലിയോണയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും അവരെ കൂടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും. ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇവരാണ് സുരേഷ് ഗോപീൻ്റെ നായാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കൈകൂപ്പി നിൽക്കുന്നതാണെന്നില്ല. അവരാണ് സുരേഷ് ഗോപീൻ്റെ നായാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൈകൂപ്പി നിൽക്കുകയും ഇവർ ഫോട്ടോസ് എടുക്കുമ്പോൾ അവർ കുറേ ഇങ്ങനെ ഓരോ അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ബിഹൈൻഡ് ദ സീനിൽ കാണുന്ന ആൾക്കാരില്ലേ ഇവരൊക്കെ ലിയോണയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. ഒരുത്തി ഇരുന്ന് കൊടുക്കുന്നൊക്കെ കണ്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും എൻ്റെ മോള് എല്ലാവർക്കും വേണ്ടിയിട്ട് നിന്ന് കൊടുത്തു. അടുത്ത ടീമാണ് കേട്ടോ ഇത്. ഇവരൊരു 10-15 ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു 10-15 ഫോട്ടോസ് അവരെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അൻവിയും കുറച്ച് നേരം അവളെ ഫ്രീ ആയിട്ട് ഞങ്ങൾ പിന്നും ബീച്ചിൽ അവന് ഫോട്ടോസ് അൻവിക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അൻവിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഇവരൊക്കെ വീഡിയോസ് എടുത്തപ്പോൾ ഞാൻ ഓർക്കുന്നത് ഞാനും ലിയോ ഇതുവരെ വീഡിയോസൊന്നും എടുത്തിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞ് അതാ അടുത്ത ടീംസ് വന്ന് കുറേ നേരം ഇവരെ ഫോട്ടോഷൂട്ട് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവസാനം മടുത്ത് ഞങ്ങൾ തിരിച്ച് പോകാൻ വിചാരിച്ചു. പിന്നെ തിരിച്ച് പോകുമ്പോൾ അമ്മേൻ്റെ കൂടെ തന്നെയാണ് മുപ്പത്തിണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ വൈക്കുന്നും കുറേ ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഡോറ ബുജിയിലുള്ള പോലെ പാടം തോട് റെയിൽവേ ട്രാക്ക് ഇങ്ങനെ ഓരോന്ന് കടന്ന് ഞങ്ങൾ നടന്ന് പോയി. ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഓട്ടോ ഒന്നും കിട്ടിയില്ല ഓണായതുകൊണ്ട്. പിന്നെ കിട്ടിയ ഓട്ടോ ആണെങ്കിൽ മുസ്ലിംസ് ആയതുകൊണ്ട് അവർക്ക് ഹറാമാണെന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.